ലോകത്താരെ കണ്ടാലും ആ സമയത്ത് നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ബിലാലിന്റെ അനുയായിയാ, ഞാൻ ഹുബൈബിന്റെ അനുയായിയാ, ഞാൻ സുഹൈബിന്റെ അനുയായിയാ, ഞാൻ അമ്മാറിന്റെ അനുയായിയാ, ഞാൻ അബൂബക്കറിന്റെ പിൻഗാമിയാ, ഞാൻ ഉമറിന്റെ അനുയായിയാണെന്നും ലോകത്തിന് മുമ്പിൽ നെഞ്ചു വിരിച്ചു പറയാതെ ആർക്കെങ്കിലും കഴിഞ്ഞാൽ വകാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിം പെണ്ണാണ് പറയാൻ എന്നെ കേൾക്കാനൊറ്റ പെങ്ങള് പർദ്ദ ധരിച്ച് ഹിജാബ് ധരിച്ച് തലമറച്ചിട്ട് ലോകത്തിന് മുമ്പിൽ ചെന്നിട്ട് ഞാൻ ആരാ തലമറച്ചിരിക്കുന്നതെന്നറിയോ, പർദ്ദയിട്ടിരിക്കുന്നതെന്നറിയോ, ആധുനിക ലോകത്തിന്റെ വേഷഭൂഷാദികൾ എനിക്ക് വഴങ്ങാത്തത് കൊണ്ടല്ല, അരമീക്കത്തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചാലത് ഫാഷനാകുമെന്ന മുദ്രാവാക്യം പഠിക്കാത്തത് കൊണ്ടല്ല, പക്ഷേ ഞാനാരെന്നറിയോ, വകാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിം പെണ്ണാ, ഞാൻ ഫാത്തിമത്തുൽ സഹ്റാന്റെ അനുയായിയാ, ഞാൻ ആയിഷത്തു സിദ്ദീഖാന്റെ അനുയായിയാ, ഞാൻ മൈമൂനയുടെ അനുയായിയാ, ഞാൻ സൗദാ റളിയല്ലാഹു തആല അൻഹയുടെ അനുയായിയാ, ഞാൻ സൈനബിന്റെ അനുയായിയാ. അതുകൊണ്ട് എന്റെ തലയിലിരിക്കുന്ന തട്ടമെടുത്തു മാറ്റാൻ ഏത് കോടതി പറഞ്ഞാലും ഏത് നിയമം പറഞ്ഞാലും അതെനിക്കനുസരിക്കാൻ കഴിയില്ലെന്ന്. അതുകൊണ്ടാണ് മോള് ശിരോവസ്ത്രം 1 മണിക്കൂറത്തേക്ക് മാറ്റിക്കൂടെ എന്ന് പറയുമ്പോ, ശിരോവസ്ത്രം നിരോധിക്കപ്പെടുമ്പോ ആ ശിരോവസ്ത്രം ധരിക്കാറ് ഞാൻ കാസിരക്കേലെന്ന് പറഞ്ഞ് കോഴിക്കോട്ടുകാരി ആസിയ എന്ന് പറയുന്ന പെൺകുട്ടി കോടതിയിൽ പോയതെന്തുകൊണ്ടാ? ആ പെണ്ണുമോൾക്ക് തലയിൽ നിന്ന് തട്ടുമെന്ന് മാറ്റാൻ കഴിയാത്തത് കൊണ്ടാ. വീട്ടിൽ നിന്നിറങ്ങിപ്പോകുമ്പോ വാപ്പാനെ പേടിച്ച് പള്ളിയിൽ മഹല്ല് ഖത്തീബിനെ പേടിച്ച് തലയിൽ തട്ടമിടുകയും കോളേജിന്റെ വരാന്തയിലോട്ട് കിടക്കുമ്പോ തട്ടമൂടി ബാഗിലേക്ക് വൈകുന്നേരം ഉച്ചയാകുമ്പോ മാറ്റിന് കാണാന് കാമകന്റെ കൂടെ പടന്നു പോകുന്ന പെണ്ണേ, കോഴിക്കോട്ടുകാരി ആസിയ എന്ന പെൺകുട്ടി. ഞാൻ ആ പെണ്ണിനെ കണ്ടിട്ടില്ല, പലപ്പോഴും അവരെ ഒന്ന് അഭിനന്ദനം അറിയിക്കണമെന്ന് കരുതിയിട്ടുണ്ട്. ശിരോവസ്ത്രം ധരിക്കണമെന്ന് നിയമം പാസാക്കുമ്പോ ആ സമയത്തോട് പറ്റില്ല, എനിക്ക് തലയിലെ തട്ടമിട്ടിട്ട് പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞ് ആസിയ എന്ന പെണ്ണുമോള് കോടതിയിൽ പോയിരുന്നു കണ്ട. ഇത് വിശുദ്ധമായ ഇസ്ലാമിന്റെ അനുയായിയല്ലോ. ആരുടെ മുമ്പിലും മനസ്സ് തുറന്നിട്ട് പറയാറ് വകാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാ. അതിനേക്കാൾ വലിയ ഭാഗ്യമേടാവുള്ളത്, അതിനേക്കാൾ വലിയ ഭാഗ്യമേടാവുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ ഭാഗ്യം ലോകത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായതുകൊണ്ട് ഖന്തക്കിന്റെ കിടങ്ങ് പിടിച്ചിട്ട് കല്ലെടുത്തിട്ട് വയറ്റിലേക്ക് ചവിട്ടി വെക്കുമ്പോ, വയറ്റിൽ കല്ല് കെട്ടിയിട്ട് ഖന്തക്കിന്റെ കിടങ്ങ് പിടിക്കുമ്പോ സഹാബക്കൾ മുഴുവനും ക്ഷീണമെന്ന് മാറാൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാതെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തേക്ക് വന്നിട്ട് നബിയേ അൽജൂ യാ റസൂലല്ലാഹ് വസക്കുന്ന നബിയേ വസക്കുന്ന നബിയേ എന്ന് പറയുമ്പോ നേതാവ് തന്റെ കമീസിന്റെ മറുഭാഗത്ത് നിന്ന് തൊലിയില്ലാത്തൊരു കാരക്കയുടെ കുരുവെടുത്ത് കാണിച്ചിട്ട് സഹാബാ 4 ദിവസം കൊണ്ട് മുഹമ്മദ് ജീവൻ നിലനിർത്തുന്നത് ഇതുകൊണ്ടാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നു കൊടുക്കാൻ വേണ്ടി മൺവെട്ടിയെടുത്തിട്ട് മണ്ണിലേക്ക് താത്തുമ്പോ പട്ടിണി കൊണ്ട് മണ്ണ് താഴാണ്. നേതാവിന്റെ അടുക്കല് പരാതി പറയുമ്പോ ഉപ്പായ കീശക്കുള്ളിൽ നിന്നൊരു കാരക്കയുടെ കുരുവെടുത്ത് വെച്ചിട്ട് 3 ദിവസം കൊണ്ട് നിങ്ങളുടെ നേതാവ് വിശപ്പടക്കുന്നത് ഈ കാരക്കയുടെ കുരുകൊണ്ടാണെന്ന് ലോകത്ത് പറയാൻ വിൻസ്റ്റൺ ചർച്ചിലിന് കഴിയണമെന്നില്ല, ലെനിന് കഴിയണമെന്നില്ല, എംഗൽസിന് കഴിയണമെന്നില്ല. ആ രീതിയിൽ അനുയായികളുടെ കൂടെ പട്ടിണി കിടന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാവത്തിന്റെ കയ്യിൽ നിന്നും മൺവെട്ടി വാങ്ങിച്ചിട്ട് പാറക്കല്ലിലേക്കാണെടുക്കുമ്പോ ഇരുമ്പ് ലോകം പാറക്കട്ടിലേക്ക് തട്ടിയിട്ട് അതിൽ നിന്ന് മിന്നൽ പോലെ അഗ്നിസ്ഫുലിംഗങ്ങൾ ചിതറിമാറുമ്പോ ഓരോ പ്രാവശ്യവും ഈ അപണിയായുധമെടുത്ത് പാറക്കട്ടിലേക്ക് എടുക്കുമ്പോ തീപ്പൊരികൾ ചിതറിമാറുമ്പോ പാവത്തിനോട് പറയും സഹാബാ അതാ കിസ്റ, ഇത് കിസ്റയാ. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്തെന്നറിയോ? കിസ്റ
രാജാവിന്റെ കൊട്ടാരമെന്ന് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാതെ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ മരുഭൂമിയിലെ ധർമ്മസമരത്തിന് പാടുപെടുമ്പോ പണിയായുധമെടുത്ത് കല്ലിൽ തട്ടിയിട്ട് തീപ്പൊരി പുതറുമ്പോ സഹാബ ഇത് കിസ്റയാ, രണ്ടാമത് വെട്ടിയിട്ട് തീപ്പൊരി പുതറുമ്പോ സഹാബ അതാ കൈസറു, ഇത് കൈസറാ, അതാ റൂം, ഇത് റോമയാണ് എന്നല്ലാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇസ്ലാം കൈസറിനെ പിടിച്ചടക്കി, കിസ്റയെ പിടിച്ചടക്കി, റോമയെ പിടിച്ചടക്കി. ഒരു കാലത്ത് ഇസ്ലാമിന്റെ ചുവട്ടിൽ ലോകം മുഴുവൻ ഒരു സഹാബ എന്ന് സമാശ്വാസത്തിന്റെ വചനം പറയുമ്പോ ആ സമയത്ത് സാവത്ത് സന്തോഷത്തോടെ പാടിയ ഒരു ഈരടി ചരിത്രത്തിൽ ഇങ്ങനെ കാണാം. അല്ലാഹു അല്ലാഹു, എന്റെ പ്രിയപ്പെട്ട മലപ്പുറത്തെ ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട മലപ്പുറത്തെ പെങ്ങളോട്, മുസ്ലിമായി പിറന്നതിന്റെ പേരിൽ അപകർഷതാബോധമുള്ള, മറ്റൊരാളുടെ മുമ്പിൽ മുസ്ലിമാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള ആരൊക്കെയോ മലപ്പുറത്തില്ല എന്തൊക്കെയോ പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് കരുതിപ്പോയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ സമയത്ത് സഹാബത്ത് പറഞ്ഞതല്ലാഹുവേ അല്ലാഹുവേ 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 അല്ലാഹുമ്മ ലൗലാ അന്ത മഹ്തദൈനാ